Good afternoon, children. Take your notebook. Notebook എടുത്ത് എല്ലാവരും. ഇപ്പം ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് പേജില് ഇപ്പൊ 2 വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പം നെക്സ്റ്റ് പേജിലായിട്ട് നമ്മൾ എവിടം വരെ ചിഹ്നങ്ങൾ പഠിച്ചത്? ഊക്കി മാത്രല്ലേ? ഊന്റെ ചിഹ്നം വരെ അല്ലേ പഠിച്ചത്? അതെ. അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത് അടുത്തത് ഊ കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഇറ് അല്ലെ? ഇറിന്റെ ചിഹ്നമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. പേരൻസ് അടുത്തുണ്ടെങ്കിൽ റഫ് ബുക്കിൽ തന്നെ ആദ്യം അല്ലെങ്കിൽ നോട്ട് ബുക്കിലായാലും വൃത്തിയായിട്ട് എഴുതിയാൽ മതി. ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ഇറിന്ന് എങ്ങനെയാ എഴുതുന്നേ? മലയാളത്തിൽ ഇങ്ങനെ എഴുതും അല്ലെ? ഇറ്. ഇതാണ് ഇറ്. അറിയില്ലേ? UKG പഠിച്ചതല്ലേ ഇറ് അല്ലെ? ഇറിന്റെ ചിഹ്നമാണ് ഇതിങ്ങനെ. എങ്ങനെയാണ്? ഒരു ടിക്ക് ഇടുന്ന പോലെ, ഒരു ശരി ഇടുന്ന പോലെയാണ് ഇറിന്റെ ചിഹ്നം. ആദ്യം ഇങ്ങനെ എഴുതിക്കോ. റഫ് ബുക്കിൽ ആദ്യം എഴുതിക്കോ കേട്ടോ. എന്നിട്ട് പിന്നീട് ലൈൻ വരച്ച് എഴുതിയാൽ മതി. ഇറിന്ന് എഴുതുക. അതിനുശേഷം ചിഹ്നം ഇടുക വലത് സൈഡില്. അതിനുശേഷം മലയാളത്തിലും എഴുതുക ഇറ്. ഓക്കെ. അതിന്റെ താഴെ കാ എഴുതുക. കായ്ക്ക് കായുടെ നീച്ചെ പറഞ്ഞ അടിയില്, കായുടെ അടിവശത്തായിട്ട് ഇറിന്റെ ചിഹ്നം ഇടുക. എങ്ങനെയാ ഇറിന്റെ ചിഹ്നം ഇടുന്നത്? ഒരു ശരി ഇടുന്ന പോലെ അല്ലെ? ഒരു കുഞ്ഞു ശരി ഇടുന്ന പോലെയാണ് വളഞ്ഞിട്ട്. അപ്പം ഊവിന്റെ ചിഹ്നവും ഇറിന്റെ ചിഹ്നവും തമ്മിൽ മാറിപ്പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണിത്. എന്താണ്? ഇറിന്റെ ചിഹ്നം ശരി ഇടുന്നത് പോലെയും ഊവിന്റെ ചിഹ്നം ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ വളഞ്ഞിട്ടുമാണ് എഴുതുക. മാറിപ്പോവില്ല. ഇപ്പൊ കായ എഴുതി. കായ്ക്ക് ഇറുക്കി മാത്ര എന്ന് പറയും അല്ലെ? ഇറിന്റെ ചിഹ്നം കൊടുത്തപ്പോ കിറ്. എന്താ വായിക്കുക? കിറ്. മലയാളത്തിൽ അത് ഇതാ എഴുതിയിട്ടുണ്ട്, കിറ്. അപ്പം ഇത് എഴുതിക്കോ. ചായ എഴുതി. ചായയുടെ താഴെ ഇറിന്റെ ചിഹ്നം കൊടുത്തു, ചിറ്. നെക്സ്റ്റ് ടാ എഴുതി. ടിറ്. ടായ്ക്ക് ഇറിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ ടിറ്. അത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ടിറ്. താ, തിറ്, പാ, പിറ്. അങ്ങനെ എല്ലാ അക്ഷരങ്ങൾക്കും ഇറിന്റെ ചിഹ്നം കൊടുത്തിട്ട് എഴുതണം. അപ്പൊ ഇതിപ്പം ക്ലാസ് വർക്കായിട്ട് ഇതിങ്ങനെ എഴുതുക. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് റഫ് ബുക്കിലായാലും എഴുതിയെടുക്കുക. പിന്നീട് അത് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ അക്ഷരങ്ങള് ചിഹ്നം ചേർത്ത് ഇങ്ങനെ 3, അതായത് ലൈൻ വരയ്ക്കണം. ഇങ്ങനെ തന്നെ ലൈൻ വരച്ച് ആ ഓരോ കോളത്തിലും വേണം നല്ല വൃത്തിയായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞോ? ഷബറ എഴുതുന്നില്ലേ? ആയില്ല അക്ഷരങ്ങളെല്ലാം? ഇപ്പൊ ഒരു പേജ് ഫുൾ ആയോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നെക്സ്റ്റ് പേജിലായിട്ട് കുറച്ച് അക്ഷരങ്ങൾ തരാം. എന്ത് ചെയ്യണം? ഇത് നോട്ട് ബുക്കിലോട്ട് പകർത്തി വരും. നല്ല വൃത്തിയായിട്ട് ലൈനൊക്കെ വരച്ച്. കുറെ പേര് ഹോംവർക്ക് ചെയ്തിട്ടത് ഞാൻ തിരുത്തി തന്നിട്ടുണ്ട്. അത് അതുപോലെ തന്നെ എഴുതണം. മിസ് ഈ കാണിച്ചതുപോലെ തന്നെ എഴുതണം. എന്താ ഷഹബറ? എന്തിനാ വിളിച്ചേ? അൺമ്യൂട്ട് ചെയ്യേ. ഇതൊന്നും കൂടി കാണിച്ചു തരോ? നീ എവിടെ ഇരിക്കുവായിരുന്നു ഇത്ര നേരം? വരാൻ വൈകി. അങ്ങനെ വരാൻ വൈകരുത് കേട്ടോ. അപ്പൊ മിസ് ഒന്നുകൂടെ കാണിച്ചു തരുവാണ്. ഇപ്പൊ ലാസ്റ്റ് കുറെ പേര് വന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്ക.
നിങ്ങൾ റഫ് ബുക്കിലോ നോട്ട് ബുക്കിലോ ഇപ്പം തൽക്കാലം ഒന്ന് എഴുതുക. റഫ് ബുക്കിൽ എഴുതിയാൽ മതി, പിന്നീട് ലൈൻ വരച്ചിട്ട്. എങ്ങനെ എഴുതേണ്ടത്? എന്നിട്ട് ഡേറ്റ് ഇടുക, ഇറുന്ന് എഴുതുക, ഇറിന്റെ ചിഹ്നം ഇടുക, എന്നിട്ട് മലയാളത്തിൽ എഴുതി വെച്ചോ. കാ എഴുതി, കായുടെ താഴെ അടിയിലാണ് അല്ലേ, അടിയിലാണ് ഇറിന്റെ ചിഹ്നം കൊടുക്കുന്നത്. അത് കിറ്, ച, ചെറ്, ട, ടെറ്, ത, തെറ്, പ, പിറ്. ഇനിയും കുറെ അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളെല്ലാം ചേർത്ത് നിങ്ങൾ എഴുതണം. മലയാളത്തിലും എഴുതിക്കോ. നല്ല വൃത്തിയായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇറിന്റെ ചിഹ്നം നമ്മൾ പഠിച്ചു. ഹിന്ദിയുടെ കൂടെ ഇപ്പൊ മലയാളത്തിലും ചിഹ്നങ്ങൾ പഠിച്ചു അല്ലേ? എഴുതിയില്ലേ? ഇപ്പൊ ലാസ്റ്റ് കയറിയവർക്കും ആയില്ലേ? അപ്പൊ നിങ്ങൾ കിട്ടാത്തവര്, ഇപ്പം ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ബാക്കി കുട്ടികൾക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ലാസ്റ്റ് കയറിയവരുണ്ടെങ്കിൽ, ഇനി അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കാണണം. എന്നിട്ട് അത് നിർബന്ധമായിട്ട് എഴുതിയെടുക്കണം ചിഹ്നങ്ങള്. ഇനിയിപ്പം 3-ാം ക്ലാസ് വരെയും ചിഹ്നങ്ങൾ തന്നെയാണ്. അപ്പൊ 1-ാം ക്ലാസ്സിനെ പഠിച്ചാൽ എളുപ്പമായില്ലേ? 1-ാം ക്ലാസ്സിൽ നിന്ന് ആരും ചിഹ്നമൊന്നും എടുത്തു കൊടുക്കില്ല. അപ്പൊ നിങ്ങൾ നല്ല എന്താണ് ടാലന്റ് ഉള്ള കുട്ടികളാന്ന് എനിക്കറിയാം. നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന അറിയുന്നതുകൊണ്ട് ഞാൻ ഇപ്പം ചിഹ്നങ്ങൾ എടുത്തതാ. 1-ാം ക്ലാസ്സിൽ ശരിക്കും ഉണ്ടല്ലോ, നിങ്ങൾക്ക് വായിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എഴുത്തൊന്നുമില്ല. ഓറൽ ടെസ്റ്റാ നിങ്ങൾക്ക് എക്സാമിന് വരിക. പക്ഷെ നിങ്ങൾ ഓൾറെഡി എഴുതാനും വായിക്കാനും എല്ലാം പഠിച്ചു. ഇനിയിപ്പോ ചിഹ്നങ്ങളും കൂടെ ആയാലുണ്ടല്ലോ, ഇനിയിപ്പോ ഒരു ഹിന്ദി വാക്ക് കാണുമ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഒരു ഹിന്ദി വേർഡ് കാണുവാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കാണുവാണ്, നിങ്ങൾ പുറത്തു പോകുമ്പോൾ, കേരളത്തിന് വെളിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഒരു വാക്ക് കാണുമ്പോൾ നമുക്ക് ഒരു പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ ആ ചിഹ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിഹ്നങ്ങൾ ചേർത്ത് ആ വാക്ക് വായിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈസി ആയിട്ട്. അതുകൊണ്ട് ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ ശരിക്കും പഠിക്കാം കേട്ടോ. അപ്പൊ ഇറ് വരെയുള്ള ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അത് ഒന്നിച്ച് എഴുതേണ്ടത് മിസ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. എല്ലാ ക്ലാസ്സുകാർക്കും ഹിന്ദി ആയതുകൊണ്ട് എല്ലാ പേജിലും എഴുതിയിട്ടുള്ളത്. നിങ്ങളുടെ വർക്ക് എവിടെ? കഴിഞ്ഞ ആഴ്ചത്തെ വർക്കാ നമ്മുടെ ഇതല്ലേ? അപ്പൊ ഇന്ന് ഒരു ചിഹ്നം കൂടെ പഠിക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് അക്ഷരങ്ങൾ അവിടെ എഴുതിയെടുക്കുക, എന്നിട്ട് അത് ഹോംവർക്ക് ചെയ്യണം. ഇതിന്റെ ചിഹ്നം ചേർത്ത് നിങ്ങൾ എഴുതണം. ഞാൻ തരാം കുറച്ച് അക്ഷരങ്ങൾ. ഇത് കണ്ടോ നിങ്ങൾ? ഈ അക്ഷരങ്ങളൊന്ന് എഴുതിയെടുത്തേ. യ, ര, ല, ഈ അക്ഷരങ്ങളെല്ലാം എഴുതിക്കോ. യ, ര, ല, വ, ശ, ഷ. നെക്സ്റ്റ് പേജിലാണ്. ഇപ്പൊ എഴുതിയതിന്റെ കൂടെ അല്ല, നെക്സ്റ്റ് പേജില് ആ ഫസ്റ്റ് മാർജിൻ ഇല്ലേ, മാർജിനോട് ചേർന്ന് ഒന്ന് താഴെ താഴെ എഴുതി വെച്ച ഈ അക്ഷരങ്ങള്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഇത് ഇറിന്റെ ചിഹ്നം ചേർത്ത് ആ പേജിൽ എഴുതണം. അപ്പൊ കുറെ പ്രാവശ്യം എഴുതുമ്പോഴേ നമുക്ക് ആ ഇറിന്റെ ചിഹ്നം മനസ്സിൽ പതിയുള്ളൂ. അപ്പൊ ഈ അക്ഷരങ്ങളൊക്കെ എഴുതിക്കാം. കുറെ ഉണ്ടല്ലേ വ്യഞ്ജനാക്ഷരങ്ങള്. ഞാനിത് കിട്ടിയ അക്ഷരം എടുത്ത് തന്നുള്ളൂ. കുറെ അക്ഷരങ്ങളുണ്ട് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾക്കെല്ലാം ഇറിന്റെ ചിഹ്നം ചേർത്ത് നമുക്ക് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരം എഴുതാം. പാ എഴുതാം, പിന്നെന്താണ് മാ എഴുതാം, ഖ എഴുതാം. ഈ അക്ഷരങ്ങൾ തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള അക്ഷരങ്ങൾ എഴുതാം. അതിന് ഇറിന്റെ ചിഹ്നം കൊടുക്കുക, എന്നിട്ട് എഴുതുക. ഒരു 5 അക്ഷരങ്ങൾ എഴുതിയാൽ മതി.
ഇനി പേജ് നിറക്കണം എന്നുണ്ടെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങള് ഒത്തിരി അക്ഷരങ്ങളുണ്ട് അല്ലെ? അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇറിന്റെ ചിഹ്നം കിട്ടിയില്ലേ? ആ ചിഹ്നം ചേർത്ത് എഴുതാം. ഓക്കെ. അപ്പം നെക്സ്റ്റ് പേജിലായിട്ട് നിങ്ങള് ആ പേജ് കഴിഞ്ഞു. മൂന്നാമത്തെ പേജ് എടുക്കുവാണ്. മൂന്നാമത്തെ പേജില് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് പേരൻസ് അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. മൂന്നാമത്തെ പേജിൽ എഴുതേണ്ട കാര്യമാണിത്. ആ മുതൽ ഇറ് വരെയുള്ള അക്ഷരങ്ങൾ ഫസ്റ്റ് എഴുതുക. അതിനുശേഷം ആ വ്യഞ്ജനാക്ഷരം ഏതാണ് ആദ്യത്തത്? കായ എടുത്തു അല്ലെ? അപ്പൊ ഇതുപോലെ ലൈൻ വരയ്ക്കണം നിങ്ങള്. കായ എടുത്തു, ആയിന്റെ നേരെയാണ് ചിഹ്നം കൊടുത്ത് കായ എഴുതുന്നത് അല്ലെ? കായ്ക്ക് ആക്കി മാത്രം കൊടുത്തപ്പോ കാ. കായ എഴുതിയ അക്ഷരത്തിന് ഈക്കി മാത്രം കൊടുത്തപ്പോ കീ. കായ്ക്ക് ഈ കീ മാത്രം കൊടുത്തപ്പോ കീ. കായ എന്ന അക്ഷരത്തിന് ഊക്കി മാത്രം കൊടുത്തപ്പോ കു. കായ എന്ന അക്ഷരത്തിന് ഊന്റെ ചിഹ്നം കൊടുത്തപ്പോ ഊ. കായ എന്ന അക്ഷരത്തിന് ഇറിന്റെ ചിഹ്നം കൂടി കൊടുക്കുമ്പോ കിർ. അങ്ങനെയാണ് അക്ഷരങ്ങളും ചിഹ്നങ്ങളും എഴുതി പഠിക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ? മുകളിൽ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ല സ്വരാക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ അതിന്റെ തന്നെ ചിഹ്നം വ്യഞ്ജനാക്ഷരങ്ങൾക്ക് കൊടുത്തപ്പോ അതിന്റെ വ്യത്യാസം എങ്ങനെയാണ്? അത് വായിക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് അത് കഴിഞ്ഞാല് ച. ച മാത്രമേ തന്നിട്ടുള്ളൂ ഞാൻ. ബാക്കി നിങ്ങൾ ആ ചിഹ്നം ചേർത്ത് എഴുതണം. അപ്പം എഴുതിയാൽ മാത്രം പോരാ. ആ എഴുതുമ്പോ അത് ബൈ ഹാർട്ട് ആക്കണം, വായിച്ചു പഠിക്കണം. എങ്ങനെയാ വായിക്കുക? ച ചാ, ചി ചീ, ചു ചൂ, ചിറ്. അതേപോലെ ട ടാ, ടി ടീ, ടു ടൂ, ടിറ്. അപ്പൊ അത് ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ബാക്കിയുള്ള അക്ഷരങ്ങള് പാ വരെ എഴുതിയിട്ടുണ്ട്. ഇത് ഹോംവർക്ക് ചെയ്യണം. ക ച ട ത പ. വ്യഞ്ജനാക്ഷരങ്ങളിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് ഇതൊക്കെ. അപ്പം ഈ അക്ഷരങ്ങൾക്കെല്ലാം ചിഹ്നങ്ങൾ കൊടുത്ത് ഇങ്ങനെ കോളം വരച്ച് നല്ല ഭംഗിയായിട്ട് സെൻഡ് ചെയ്യണം. ആദ്യത്തെ എന്താ അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നേ? കാണുന്നില്ലേ? എന്താ പോയത്? പേന പോയി, പെൻസില് പോയി, അമ്മയും പോയോ? വേഗം എഴുതിയെടുക്ക്. എടുത്തോ? എഴുതിയോ? യോവിനെ കാണുന്നില്ലേ? നീ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നേ? കാണാൻ പറ്റുന്നില്ലേ? കഴിഞ്ഞോ അലൻ ജോസഫേ? എഴുതി കഴിഞ്ഞോ? യെസ്, ഓക്കെ. നീ എഴുതാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആയില്ലേ? ഇന്നത്തെ ഹോംവർക്കിനുള്ളതായില്ലേ? അപ്പം ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾ ചിഹ്നങ്ങളൊക്കെ പഠിച്ചു. ഐഫൂന എന്ത് പറ്റി? ഫാത്തിമ സുന്ദരിയായിട്ടുണ്ടല്ലോ ഇപ്പൊ. മുടിയൊക്കെ ഉണങ്ങിയോ? നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പൊ. ഇപ്പൊ ആ മുഖമൊക്കെ കാണാൻ പറ്റി എനിക്ക്. ഐഫൂന അൺമ്യൂട്ട് ചെയ്തേ. എന്താണ്?
അത് വേണോ? കാണിക്കണോ? അതൊന്നുമില്ല മോളെ. യാ, രാ, ലാ, വാ എന്നുള്ള അക്ഷരങ്ങളെ എഴുതിയിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള അക്ഷരം എഴുതാം. ഇഷ്ടമുള്ള അക്ഷരം എഴുതാൻ വേണ്ടല്ലേ? ഈ അക്ഷരങ്ങൾ എഴുതിക്കോ, കുഴപ്പമില്ല. അയ്യോ അതെഴുതിയ അതല്ല ചിഹ്നങ്ങളും കൂട്ടി എഴുതും. മാ എഴുതാം, ലാ എഴുതാം, വാ എഴുതാം, സാ എഴുതാം. ഇനി അത് തന്നെ വേണമെങ്കിൽ അത് തരാം. നിങ്ങൾക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ എടുത്തിട്ട് ഇഷ്ടമുള്ള അക്ഷരങ്ങൾക്ക് ഇറിന്റെ ചിഹ്നം ചേർത്തെഴുതാം. ഇപ്പൊ തരാം കേട്ടോ. ഇതല്ലേ എഴുതിയെടുത്തോ. ഇത് മിസ് മുൻപത്തെ ചിഹ്നം പഠിപ്പിച്ചതിന്റെ അക്ഷരങ്ങളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരം എഴുതാം. മാ എഴുതാം, ഭ എഴുതാം, ണ എഴുതാം. എന്ത് പറ്റി അമൃത? മിസ്സേ മാത്രേ എഴുതിച്ചു, വേറൊന്നും എഴുതിച്ച. ഇപ്പൊ ലാസ്റ്റ് കാണിച്ചതാ. അതിനാണ് എഴുതി. ഇപ്പം അതില്ലേ, ഇത് മാത്രമേ എഴുതിട്ടു. ആയിക്കോട്ടെ. ഇത് ഐഫൂനെ എഴുതിയില്ല. അപ്പൊ അവളെ എഴുതട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇത് എഴുതട്ടെ, ഇപ്പൊ കാണിച്ചു തരാം. ഐഫൂനെ എഴുതിയില്ലേ? ഐഫൂന് വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയോ? അപ്പം മേലോട്ട് പിടിക്കണോ? കാണിച്ചു തരാം. എഴുതി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അടിയിലത്തെയാ? ആരാ? ഐഫൂനെയാണോ സംസാരിക്കുന്നേ? ഐഫൂനെയാണോ? അവസാനം ലാസ്റ്റത്തെ അക്ഷരം ഷ എന്നാണ്. ഷ എഴുതിക്കോ. ഇതാരാ എഴുതാത്തത്? എഴുതിക്കോ. എവിടെ അമൃത? എവിടെ എഴുതുന്നുണ്ടോ അമൃത? എഴുതുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. ദേവർഷ എന്ത് ഈ ചെയ്യുന്നേ? ദേഷ്യം വന്നിരിക്കുക. എന്ത് പറ്റി ദേവർഷ? ഒന്നും മനസ്സിലാവുന്നില്ലേ? ദേവർഷയ്ക്ക് ദേഷ്യം വരുന്നു. എന്തോ? ഹിന്ദി ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. വാട്ട് ഈസ് യുവർ നെയിം? പേര് പറഞ്ഞേ. ഹിന്ദി ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആരുടെ പേരെന്താ? ഐഫൂനെയാണോ? ഐഫൂന. നന്നായിട്ട് പഠിക്കട്ടോ. ഹിന്ദി ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം? എന്താ ഇഷ്ടപ്പെടാൻ കാരണം? എന്താ? ഹോംവർക്ക് തരാത്തോണ്ടാണോ? നല്ല ഹോംവർക്കെല്ലാം തരുന്നുണ്ട്. വഴക്ക് കിട്ടാത്തോണ്ടായിരിക്കും. ഐഫോനിക്ക് റേഞ്ച് വായിക്കാൻ തോന്നുന്നുണ്ടോ? വായിച്ചോ. എല്ലാ ദിവസവും എടുത്ത് വായിക്കണം കേട്ടോ ടെക്സ്റ്റ് ബുക്ക്. GROസ് എഴുതി കഴിഞ്ഞോ? ഓക്കെ. അപ്പം ഈ അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞോ അമൃത? ഇവളെന്ത് ഈ ആലോചിക്കുന്നേ? അമൃത കുട്ടിയെ എഴുതി കഴിഞ്ഞോ? എന്നാ നിനക്ക് പറഞ്ഞൂടെ? കഴിഞ്ഞു. എല്ലാരും കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും ബോറടിക്കാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? ഇപ്പം ബാക്കിയുള്ളതൊക്കെ വർക്ക് നിങ്ങൾ എഴുതണം നോട്ട് ബുക്കില്. എന്നിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ അന്നേരം തന്നെ എഴുതി കഴിഞ്ഞില്ലേ? ക്ലാസ് കഴിഞ്ഞ പാടെ എഴുതി കഴിഞ്ഞില്ലേ? ഒത്തിരി കൂട്ടി വെച്ചാൽ വർക്ക് കൂടുതലാവും. പിന്നെ നമ്മൾ ഇറിന്റെ ചിഹ്നം പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ എന്റെ ചിഹ്നവുമായിട്ട് മിസ് വരും. പിന്നെ രാവിലത്തെ ക്ലാസ് കിട്ടാത്തവർക്ക് ഒന്നുകൂടെ വായിച്ചു തരാം മിസ്. ശ്രദ്ധിച്ചിരിക്കാം. Take your textbook, page number 23.
का से कमल कबूतर, ख से खरगोश खरबूजा. ആരാണ് കർബൂജ. ग से गधा गमला, ख से खर खड़ी, च से चरखा चम्मच, छ से छतरी छड़ी, ज से जहाज जग, छ से झरोखा झरना. ലാസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരം എന്താണ്? ഞ. ചാച്ച ജാച്ച ഞ. ഇത്രയാണ് നമ്മള് ഇത് കഴിഞ്ഞ ആഴ്ച പഠിക്കേണ്ടതായിരുന്നു. ഈ ആഴ്ച കഴിഞ്ഞു. അപ്പൊ ഒരക്ഷരം കൂടി എടുത്താൽ കുഴപ്പമാവോ? വേണ്ട അല്ലേ? നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ജോബിൻ എല്ലാരും കൊണ്ട് വായിപ്പിക്കുവാണേ. അൺമ്യൂട്ട് ചെയ്തേ. ജോയൽ ആദ്യം വായിച്ചു കേൾക്കട്ടെ. പേജ് നമ്പർ 23. 24 ജോബിനും വായിക്കുക. ഓക്കെ, തുടങ്ങിക്കോ. ഗധ ഗമല. ഓക്കെ, നെക്സ്റ്റ് പേജിലെ ജോബിൻ വായിക്കാം. ആരും വായിച്ച? ജോയലാണോ ജോബിനാണോ വായിച്ചത്? ജോബിൻ വായിച്ച. ജോയലെ വെരി ഗുഡ് ആണേ. ഛരോഖ ചർണ. അവിടെ നല്ല റേഞ്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഗുഡ്. മുഹമ്മദ് വായിച്ചത് അല്ലെ? നീലാഞ്ചന പേജ് നമ്പർ 23 വായിച്ചു കേൾക്കട്ടെ. കാസെ കമല കമൽ കബൂतर, കാസെ खरगोश खरगोशर, ग कासे खदर रमला, खासे घर खटी. ഓക്കെ, ഗുഡ്. ജിയാറോസ് നന്നായിട്ടുണ്ട് കേട്ടോ നീലാഞ്ചന. ജിയാറോസ് പേജ് നമ്പർ 24. चा से चक्का चम्मच, चम्मच, चा से छतरी छतरी छड़ी छत छड़ी. छड़ी, जा से जहाज जहाज जग, चा से झरोखा झरोखा झरना. झरना. गुड. नैല വായിക്കും. ക്ലാസ് എടുത്തിട്ട് കുറച്ചും കൂടി
कबूतर कासे खर खरगोश खरगोश खरबूजा 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 कासे गधा गधा गमला कमला गासखर खड़ी खड़ी ओके रसीन यूसफ रसीन വായിച്ചേ റസീൻ യൂസഫ് വായിച്ചു 24 ആണ് चम्मच चम्मच चासे चतरी चाते चतरी छड़ी चड़ी जासे यासे जहाज 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 जग जग छासे जरोका जरोका झरोका झरना വെരി ഗുഡ് ഓക്കെ നമ്മുടെ झरोका झरना നമ്മുടെ ടൈം തീരാൻ പോവാണ് ഇനി ആരാണ് നിവേദ്യ വായിച്ചോ വായിക്കേ പെട്ടെന്ന് വായിക്കേ സമയമുള്ള അത്രയും വായിപ്പിക്കാം कबूतर गा से खरगोश खरबूजा गा से गधा गमला गा से गड़ी ഓക്കെ ഭയങ്കര സൗണ്ട് ആവുന്നോടെ ഷാബറ ആയുഷിന് വായിക്കണോ ആയുഷ് ദേഷ്യപ്പെടുക ഷാബറ ആൻഡ് ആയുഷ് അൺമ്യൂട്ട് ചെയ്യ ആദ്യം ഫസ്റ്റ് ആയുഷ് വായിക്കേ ഷാബറ പേജൊക്കെ എടുക്കുന്നേ ഉള്ളൂ चम्मच चासे चतरी चड़ी जासे जहाज जासे जहाज जग जास झरोका चोरा चरोहा झरना चरना ഓക്കെ വെരി ഗുഡ് ഓക്കെ അപ്പം ടൈം തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ എന്ന് പറഞ്ഞ് വർക്കുകളൊക്കെ ചെയ്യാം ഓക്കെ ബൈ സി യു ബൈ അക്ഷരദീപത്തിൽ എഴുതണം കേട്ടോ മാർച്ച് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കണം ഓക്കെ ഓക്കെ ബൈ ഹോംവർക്ക് ചെയ്യണം ചെയ്യാതെ മടിച്ചിരിക്കരുത് മിസ്സേ യെസ് ഞാൻ ഹോംവർക്ക് ചെയ്തോ വെരി ഗുഡ് അയക്കട്ടോ പോസ്റ്റ് ചെയ്യാം ഗ്രൂപ്പിൽ ഓക്കെ ബൈ